എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ എപ്പോഴാണ് ശരിക്കും പരീക്ഷിക്കപ്പെടുന്നതെന്ന്? ചരിത്രത്തിലെ ചില നിർണായക നിമിഷങ്ങളുണ്ട്. അപ്പോഴാണത് സംഭവിക്കുക. അങ്ങനെയൊരു സംഭവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇന്ത്യയുടെ അടിസ്ഥാന ശിലകളെ തന്നെ ചോദ്യം ചെയ്ത ഒരു ചരിത്ര സന്ദർഭം. അപ്പോ ഈ സംഭവത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇന്ത്യ എന്ന ആശയത്തിന്റെ ആത്മാവിലേക്കൊന്ന് നോക്കണം. നമ്മുടെ രാജ്യത്തെ ഒരുമിപ്പിച്ചു നിർത്തുന്ന ആ അടിസ്ഥാന മൂല്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലേ? നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ജനാധിപത്യം അത് പടുത്തുയർത്തിയിരിക്കുന്നത് വളരെ ശക്തമായ 3 തൂണുകളിലാണ്. 1 മതനിരപേക്ഷത, 2 സമത്വം, പിന്നെ നീതി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവ്, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. പക്ഷേ ഈ അടിസ്ഥാന മൂല്യങ്ങൾ ഒരു വലിയ വെല്ലുവിളി നേരിട്ടൊരു ചരിത്ര സന്ദർഭമുണ്ടായി. അതാണ് ബാബറി. അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? സംഭവം ഇതാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ഏകദേശം 1550കളിൽ നിർമ്മിച്ച ഒരു ആരാധനാലയം. അത് 1992 ഡിസംബർ 6-ാം തീയതി തകർക്കപ്പെട്ടു. ഇതാണ് ആ ചരിത്ര ദിവസം സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു വസ്തുത. പക്ഷേ ഇത് വെറുമൊരു കെട്ടിടം തകർന്നതിന്റെ മാത്രം കഥയല്ല, ഒരിക്കലുമല്ല. പല ചരിത്രകാരന്മാരും ഇതിനെ കാണുന്നത് ഇന്ത്യയുടെ മതേതരത്വം എന്ന ആശയത്തിനേറ്റൊരു വലിയ പ്രഹരമായിട്ടാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഘടനയിൽ തന്നെ ഒരു വിള്ളലുണ്ടാക്കിയ സംഭവം. അപ്പോ ഈ സംഭവത്തിന്റെ കാതലെന്ന് പറയുന്നത് വെറുമൊരു തർക്കമല്ല, അതിനപ്പുറം ചില ആശയങ്ങളും നമ്മുടെ ഭരണഘടനയും തമ്മിലുള്ളൊരു വലിയ സംഘർഷമാണ്. അതെന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ഈ സംഘർഷം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഭരണഘടനയുടെ ഹൃദയം എന്ന് തന്നെ പറയാവുന്ന മതനിരപേക്ഷത, അതായത് സെക്യുലറിസം, എന്താണെന്ന് നോക്കണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയുള്ളൂ: എല്ലാ മതങ്ങൾക്കും തുല്യത വേണം, ഓരോ പൗരനും അവരവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം വേണം, പിന്നെ മതത്തിന്റെ പേരിൽ ഒരു വിവേചനവും പാടില്ല. ഇതാണ് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പുതരുന്നത്. ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അത് ഹിന്ദുമതവും ഹിന്ദുത്വവും തമ്മിലുള്ളതാണ്. ഹിന്ദുമതം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകളുടെ വ്യക്തിപരമായ വിശ്വാസമാണ്, അവരുടെ ഒരു ആത്മീയ മാർഗമാണ്. പക്ഷേ ഹിന്ദുത്വം അങ്ങനെയല്ല. അത് മതത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഒരു കാര്യം നമ്മളിവിടെ വ്യക്തമാക്കണം: ഈ പറയുന്ന രാഷ്ട്രീയ ആശയം എല്ലാ ഹിന്ദുക്കളെയും പ്രതിനിധീകരിക്കുന്ന ഒന്നല്ല. സത്യം പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തിനകത്തുനിന്ന് തന്നെ ഇതിനെതിരെ വളരെ ശക്തമായ വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എന്തിനാണ് നമ്മളിതൊക്കെ ഓർക്കുന്നത്, അല്ലേ? ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കാരണം ചരിത്രമൊരു വലിയ പാഠപുസ്തകം പോലെയാണ്. അത് നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, ജനാധിപത്യം എത്രത്തോളം ദുർബലമാവാമെന്ന കാര്യം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് എത്ര അത്യാവശ്യമാണെന്ന കാര്യം, മതത്തിന്റെ പേരിലുള്ള അക്രമങ്ങൾ ഒരു സമൂഹത്തെ എങ്ങനെയാണ് തകർത്തുകളയുന്നതെന്ന്. എല്ലാത്തിനുമുപരിയായി ചരിത്രം മറക്കുന്നവർക്ക് അത് വീണ്ടും ആവർത്തിക്കേണ്ടി വരും എന്ന ആ വലിയ പാഠം. നോക്കൂ, നൂറ്റാണ്ടുകളോളം ഇന്ത്യയുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഭാഗമായി അവിടെയുണ്ടായിരുന്ന ഒരു കെട്ടിടം ഇന്ന് അതിന്റെ സ്ഥാനത്ത് ഒന്നുമില്ല. ഭൗതികമായി നമുക്കെന്താണ് നഷ്ടമായത് എന്നതിന്റെ ഒരു നിശബ്ദമായ ഓർമ്മപ്പെടുത്തൽ. പക്ഷേ ആ തകർച്ചയ്ക്ക് ശേഷവും ആ ഓർമ്മയെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ കാണുന്ന തൂണുകളൊക്കെ അതിന്റെ ഒരു ഉദാഹരണമാണ്. ഓർമ്മകളെ അങ്ങനെയൊന്നും മായ്ച്ചു കളയാൻ കഴിയില്ല എന്നതിന്റെ ജീവിക്കുന്ന തെളിവ്. അപ്പോ ഈ ഓർമ്മകളൊക്കെ നമ്മളെ ഓരോരുത്തരെയും ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സ്വയം ചോദിക്കാൻ പ്രേരിപ്പിക്കും. നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ. അതിലൊന്ന് ഇതാണ്: എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടുന്ന ഒരു രാജ്യമാണോ നമ്മളെല്ലാവരും ചേർന്നുണ്ടാക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം: മതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കണം? മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാനാണോ അതോ അവരെ ഒന്നിപ്പിക്കാനാണോ? അവസാനമായി ഒരുപക്ഷേ ഏറ്റവും നിർണായകമായ ചോദ്യം ഇതാണ്: ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത് നമ്മുടെ ഭരണഘടനയാണോ അതോ മതപരമായ വികാരങ്ങളാണോ? അപ്പോ അവസാനം നമ്മൾ എത്തിച്ചേരുന്ന ഒരു കാതലായ ആശയം ഇതാണ്: ബാബറി എന്നത് വെറുമൊരു സംഭവം മാത്രമല്ല, അതൊരു വലിയ പാഠമാണ്. നീതിയില്ലാതെ സമാധാനമുണ്ടാകില്ല, സമത്വമില്ലാതെ യഥാർത്ഥ ജനാധിപത്യവും ഉണ്ടാകില്ല. അതുപോലെ മതനിരപേക്ഷതയില്ലാതെ ഒരു പൂർണ്ണമായ ഇന്ത്യയും ഉണ്ടാകില്ല. അതുകൊണ്ട് നമുക്ക് ബാബറിയെ ഓർക്കാം, പക്ഷേ അത് ഭിന്നിക്കാൻ വേണ്ടിയാവരുത്.
മറിച്ച് നീതിയും സൗഹാർദ്ദവും നമ്മുടെ മതേതര ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടിയാവണം ആ ഓർമ്മ.